ഒരു പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയും മുന്നോട്ട് വന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര, എവിടെ, ആർക്ക് വിറ്റു, ആരൊക്കെ ചേർന്ന് വിറ്റു, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികൾ, സ്വർണം കണ്ടെടുക്കണം, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണ്. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അത് വേണം. ഒരു പ്രതിയിൽ നിന്നായിരിക്കും മറ്റ് പ്രതികളിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണ്ണ പാളികൾ സംബന്ധിച്ചുള്ള അത് കണ്ടെടുക്കുന്നതിനും അതൊരു കേസിനെ സംബന്ധിച്ച് അതൊരു തൊണ്ടി മുതലാണ്. അതുമാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ച് അതൊരു പുണ്യവസ്തുവാണ്. അതിൻ്റെ വീണ്ടെടുക്കലും പുനഃസ്ഥാപനവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അത് അവർ നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അറസ്റ്റ് ഇപ്പോൾ നമുക്കറിയാമല്ലോ. പോറ്റിയെ പ്രതിയാക്കിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് 6-ാം തീയതിയാണ്. 16-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു മോഷണ കേസിൽ 10 ദിവസത്തെ വൈകൽ. പോറ്റി എവിടെയായിരുന്നു? പോറ്റിയെ അന്വേഷിച്ചിട്ടുണ്ടോ? പോറ്റിയെ കണ്ടെത്താൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് പരിശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ 10 ദിവസത്തെ ഡിലേ എന്ന് പറയുന്നത് ഒരു മോഷണ കേസിൽ വളരെ മെറ്റീരിയലാണ്. തെളിവ് നശിപ്പിക്കാനും തൊണ്ടി മുതലുകൾ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമെല്ലാം ഈ 10 ദിവസത്തെ സമയം കൊണ്ട് സാധിക്കും. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഈ അവസരം ദുരുപയോഗപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റി വളർത്തിയവരുണ്ട്. പോറ്റിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നവരുണ്ട്. ഇതിൽ അഡ്മിറ്റഡ്ലി FIR തന്നെ ഗൂഢാലോചന ഉണ്ടല്ലോ. ഒരാൾക്ക് മാത്രമായിട്ട് ഗൂഢാലോചന നടത്താൻ കഴിയില്ലല്ലോ. ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരെയെല്ലാം ഈ കേസിൽ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്നെല്ലാം തെളിവ് ശേഖരിച്ച് അവരുടെ എല്ലാം മൊഴികളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കണം. അത് കേസന്വേഷണത്തിനും കേസിൻ്റെ വിചാരണയ്ക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്.